സ്വപ്നത്തിൽ കടൽ കണ്ടാൽ സ്വപ്നങ്ങൾക്ക് നമ്മുടെ ജീവിതവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? പ്രശസ്ത ഇസ്ലാമിക പണ്ഡിതന്മാരായ ഇബ്നു സിരീനിയുടെയും അബ്ദുൽ ഗനി നാബുലുസിയുടെയും തഫ്സീറുൽ അഹ്ലാം ഇബ്നു സിരീൻ നാബുലുസി ഗ്രന്ഥങ്ങൾ പ്രകാരം സ്വപ്നത്തിൽ കടൽ കാണുന്നത് എന്തിൻ്റെയൊക്കെ സൂചനയാണെന്ന് നിങ്ങൾക്കറിയാമോ? വ്യാഖ്യാനങ്ങളനുസരിച്ച് കടൽ എന്നത് ശക്തനായ ഒരു ഭരണാധികാരിയുടെയോ അല്ലെങ്കിൽ ഈ ഇഹലോക ജീവിതത്തിൻ്റെയോ പ്രതീകമാണ്. നിങ്ങൾ സ്വപ്നത്തിൽ കാണുന്ന കടലിൻ്റെ അവസ്ഥയ്ക്കനുസരിച്ച് ഇതിൻ്റെ അർത്ഥങ്ങൾ മാറിമറിയാം. ശാന്തമായ കടൽ. വേനൽക്കാലത്ത് ശാന്തമായ കടലിൽ നീന്തുന്നതായി കണ്ടാൽ അത് നിങ്ങൾക്ക് വലിയ വിജ്ഞാനവും ബിസിനസ്സിൽ വലിയ അഭിവൃദ്ധിയും ഉണ്ടാകുമെന്നതിൻ്റെ സൂചനയാണ്. പ്രക്ഷുബ്ധമായ കടൽ. കനത്ത തിരമാലകളുള്ള പ്രക്ഷുബ്ധമായ കടലാണ് കാണുന്നതെങ്കിൽ ജീവിതത്തിൽ വരാനിരിക്കുന്ന വലിയ പരീക്ഷണങ്ങളെയും ഉത്കണ്ഠകളെയുമാണ് അത് കാണിക്കുന്നത്. കടൽ വെള്ളം കുടിക്കുന്നത്. സ്വപ്നത്തിൽ കടൽ വെള്ളം മുഴുവൻ കുടിച്ചു തീർക്കുന്നതായി കണ്ടാൽ ആ വ്യക്തിക്ക് ദീർഘായുസ്സും വലിയ അധികാരവും സമ്പത്തും കൈവരുമെന്നാണ് അർത്ഥം. കടലിൽ കുളിക്കുന്നത്. ആരെങ്കിലും കടലിൽ കുളിക്കുന്നതായി സ്വപ്നം കണ്ടാൽ അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നും ജീവിതത്തിലെ സങ്കടങ്ങളിൽ നിന്ന് അവൻ മുക്തനാകുമെന്നുമാണ് വ്യാഖ്യാനം. കടലിൻ്റെ അടിത്തട്ടിലെ ചെളി. കടലിൻ്റെ ആഴങ്ങളിൽ ഇറങ്ങുകയും ശരീരത്തിൽ ചെളി പുരളുകയും ചെയ്താൽ ഭരണാധികാരികളിൽ നിന്നോ അധികാരമുള്ളവരിൽ നിന്നോ എന്തെങ്കിലും വിഷമങ്ങൾ വരാനുണ്ടെന്നാണ് അത് സൂചിപ്പിക്കുന്നത്. കടലിന് മുകളിലൂടെ നടക്കുന്നത്. നിങ്ങൾ വെള്ളത്തിന് മുകളിലൂടെ നടക്കുന്നതായി കണ്ടാൽ അത് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ കരുത്തിനെയും നല്ല ഉദ്ദേശത്തെയുമാണ് വ്യക്തമാക്കുന്നത്. ചുരുക്കത്തിൽ കടൽ വെള്ളം വലിഞ്ഞ് തീരം തെളിയുന്നത് ദാരിദ്ര്യത്തിൻ്റെയോ നാശത്തിൻ്റെയോ ലക്ഷണമാകുമ്പോൾ കടൽ കണ്ട് അതിൽ നിന്ന് മുത്തുകൾ വാരുന്നത് വലിയ ഭാഗ്യത്തിൻ്റെയും അറിവിൻ്റെയും അടയാളമാണ്. ഓർക്കുക, എല്ലാ സ്വപ്നങ്ങളും വെറുമൊരു നിഴലല്ല. ചിലത് വരാനിരിക്കുന്ന വലിയ കാര്യങ്ങളുടെ സൂചനകളാണ്.